ഹായ് ഗേസ്, അസ്സാം വലൈക്കും. റൂബിസ്വൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഗ്രീൻ്റെ തേർഡ് ഇയറിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. അത് കോയമ്പത്തൂർ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ പിന്നെ ഇവിടെ മറ്റത്തൊരു ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണേക്ക് ഞാൻ കാര്യങ്ങളാണ്ട് കൊണ്ടുപോകാനുള്ള എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സിങ് കാര്യങ്ങൾ പാക്ക് ചെയ്യണ വീഡിയോ, പിന്നെ പോകുന്നതായിട്ടുള്ളത് അങ്ങനത്താണ് കേട്ടോ ഇതിൽ കാണിക്കാൻ പോണത്. അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് എക്സാമിന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്ക് കയറ്റിയിട്ടോ, എല്ലാതും കയറ്റി. പിന്നെ ഞാനും വണ്ടിക്ക് കയറണേ. ഇനി എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങനെ ഞാനും വണ്ടിക്ക് കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുട്ടികളൊക്കെ ആക്കണേ, ദേശങ്ങനെ ഫ്രണ്ടിലിരിക്കണേ. അങ്ങനെ ഞങ്ങളെ വീടെത്തിട്ടോ. പിലാക്കത്തെ വീടാണ് ഈ കാണുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞാൻ സാധനങ്ങളൊക്കെ ഇടയ്ക്കുന്നൊക്കെ എടുത്തിട്ട് എല്ലാതും വീട്ടിൽ ഇറക്കി. അങ്ങനെ അകത്തേക്കൊക്കെ കയറി. മക്കൾ എൻ്റെ വീട്ടിൽ എത്തി. നൈറ്റ് ഒരു 8:30 സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് എക്സാമിന് പോണ കാര്യങ്ങളോട് പറഞ്ഞല്ലോ, ഞാനൊരു 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജയ്ഷിന് ഭയങ്കര വിഷമമുണ്ട് ഞാൻ പോകുന്ന കാര്യത്തിൽ. ഓന് ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മക്കളെ വിട്ട് പിരിയുന്നതിൽ എനിക്കും ടെൻഷനുണ്ട്. അപ്പം ഇനി ഞാൻ എടുക്കണ വ്ളോഗൊക്കെ കോയമ്പത്തൂരുള്ളതായിട്ടാവും, മക്കളൊന്നും ഉണ്ടാവില്ല കൂടെ. അപ്പം ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ, പോകാനുള്ള ഡ്രസ്സൊക്കെ മാറി. സാധനങ്ങളൊക്കെ എല്ലാതും ഉറപ്പൊക്കെ വരുത്തി ഇതാക്കി. ഹാൾ ടിക്കറ്റ് കാര്യങ്ങൾ, അതേപോലെ എക്സാമിൻ്റെ ഹാൾക്ക് കയറ്റാനുള്ള. അപ്പം എല്ലാതും റെഡി ആയിക്കൊണ്ട് നിൽക്കണേ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓള് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഓൾ ഇവിടെ എത്തും. ഓൾ എത്തിയാൽ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ ഓള് വീട്ടിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ ഓളെ കണ്ടൊരു സന്തോഷം ഇനി. അപ്പോൾ എന്നിട്ട് ഉമ്മാനോടൊക്കെ സലാം പറഞ്ഞിട്ട് മക്കളോടൊക്കെ സലാം പറഞ്ഞിട്ട് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വണ്ടിക്ക് ഞങ്ങൾ കയറി. വണ്ടിക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ പോയപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നിയിട്ട് അങ്ങനെ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അവിടെ നിന്ന് ഒരു ചായ വാങ്ങിയിട്ടൊക്കെ കുടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കോളേജിൻ്റെ അവിടെ എത്തി. ഇതാണ് കാണുന്നത് കോളേജ്. രാത്രിയാണ് കേട്ടോ. രാത്രി പുലർച്ചെ നേരം വെളുക്കാൻ നേരം ഞങ്ങൾ അവിടെ എത്തുന്നത്. അങ്ങനെ റൂം നോക്കി. പിന്നെ ഇതാണ് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അവളങ്ങനെ നടക്കണേ. ഇതാണ് റൂം കേട്ടോ. റൂം സംഭവം അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. റൂം, ഒരു ബാത്റൂം, ഇങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൗകര്യമുള്ളൊരു റൂം. അപ്പോൾ ഹായ് ഗെയ്സ്, അപ്പോൾ ഞങ്ങളിതാ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിലൊക്കെ ഇതൊക്കെ ഈ ഭണ്ഡാരൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ഇനി കോളേജിലത്തെ ഇതായിട്ടുള്ള വീഡിയോസുകളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ബൈ.